അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പലരുടെയും ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു സർക്കാർ ജോലി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജാതകത്തിലൂടെ സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റുമോ? സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ജാതകത്തിലെ ഗ്രഹങ്ങളെ സൂചന തരും. പക്ഷേ സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യമായിട്ട് അവരുടെ താല്പര്യവും കഠിനാധ്വാനവും കൂടെ അനുസരിച്ചിരിക്കും. ജാതകത്തിലൊരു കാര്യം നടക്കില്ല അല്ലെങ്കിൽ നടക്കുമെന്ന് പരിപൂർണമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് സൂചനകൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 10ാം ഭാവാധിപൻ്റെ സ്ഥിതി, 10ാം ഭാവാധിപൻ്റെ സൂര്യനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏത് ഗ്രഹത്തെ നോക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നമുക്ക് പറയാൻ പറ്റുന്നത്? സർക്കാർ ജോലിയുടെ സാധ്യത ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്ന ഗ്രഹം സൂര്യനാണ്. കാരണം വരാഹമിഹിരൻ സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഭർത്താമര ജ്യോതിഷം എന്നാണ് തന്നെ. നക്ഷത്രങ്ങളുടെ പതിയാണ് സൂര്യൻ. അപ്പോൾ സൂര്യനെ കൊണ്ടാണ് ഒരു ജാതകത്തിൽ പ്രധാനമായും സർക്കാർ ജോലിയെ ചിന്തിക്കേണ്ടത്. നമുക്കത് ഇത്ര വയസ്സിനുള്ളിൽ അതിനുള്ള സാധ്യത ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ജാതകം നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ ദശാകാലം, സൂര്യൻ്റെ അപഹാരകാലം, അതുപോലെ 10ാം ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം, 10ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം, 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം, ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലം നമുക്ക് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്.